മോദിയുടെ വരവ് കൊണ്ട് കേരളത്തിന് എന്തെങ്കിലും നേട്ടമുണ്ടാകും എന്ന് പ്രതീക്ഷിച്ചതൊന്നും നടന്നില്ല. കേരളത്തിലെ മഹിളാ രത്നങ്ങൾ, വളരെ ബഹുമാന്യരായിട്ടുള്ള സ്ത്രീ പ്രതിനിധികൾ ഒരുപക്ഷെ പ്രതീക്ഷിച്ച് കാണും മണിപ്പൂരിൽ കേരളത്തിൻ്റെ ഹൃദയം നടുക്കുന്നത് പോലെ, ഇന്ത്യയുടെ ഹൃദയം നടുക്കുന്നത് പോലെ, സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്തതുപോലെ രണ്ട് സ്ത്രീകൾ നഗ്നരായി ആൾക്കൂട്ടാക്രമണത്തിൻ്റെ മുമ്പിൽ ഓടിപ്പോയതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു വാക്ക് പറയും എന്ന് പ്രധാനമന്ത്രിയിൽ നിന്ന് അവിടെ കൂടിയ രാഷ്ട്രീയ ഭേദമന്യേ സ്ത്രീകളെങ്കിലും പ്രതീക്ഷിച്ച് കാണും എന്നാണ് എൻ്റെ പ്രതീക്ഷ. പറഞ്ഞില്ല. ഞങ്ങളെല്ലാവരും ആ ബില്ലിനെ പിന്തുണയ്ക്കുന്നു. ഞങ്ങളെല്ലാവരും ആ ബില്ലിനോടൊപ്പം നിൽക്കുന്നു. 2024 നടക്കുന്ന പൊതു തിരഞ്ഞെടുപ്പിൽ വനിതാ സംവരണ ബിൽ അവതരിപ്പിക്കാൻ, പാസ്സാക്കാൻ, അത് നടപ്പിലാക്കാൻ നരേന്ദ്രമോദിക്ക് ചങ്കൂറ്റമുണ്ടോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കോ പ്രധാനമന്ത്രിക്ക് നേതൃത്വം നൽകുന്ന BJPയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെയും നേതൃത്വത്തിന് ചങ്കൂറ്റമുണ്ടോ? അതല്ലേ നമ്മുടെ ചോദ്യം. ഇല്ലാത്തതുപോലെ രണ്ട് സ്ത്രീകൾ നഗ്നരായി ആൾക്കൂട്ടാക്രമണത്തിൻ്റെ മുമ്പിൽ ഓടിപ്പോയതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു വാക്ക് പറയും എന്ന് പ്രധാനമന്ത്രിയിൽ നിന്ന് അവിടെ കൂടിയ രാഷ്ട്രീയ ഭേദമന്യേ സ്ത്രീകളെങ്കിലും പ്രതീക്ഷിച്ച് കാണും എന്നാണ് എൻ്റെ പ്രതീക്ഷ. പറഞ്ഞില്ല. ഞങ്ങളെല്ലാവരും ആ ബില്ലിനെ പിന്തുണയ്ക്കുന്നു. ഞങ്ങളെല്ലാവരും ആ ബില്ലിനോടൊപ്പം നിൽക്കുന്നു. 2024 നടക്കുന്ന പൊതു തിരഞ്ഞെടുപ്പിൽ വനിതാ സംവരണ ബിൽ അവതരിപ്പിക്കാൻ, പാസ്സാക്കാൻ, അത് നടപ്പിലാക്കാൻ നരേന്ദ്രമോദിക്ക് ചങ്കൂറ്റമുണ്ടോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കോ പ്രധാനമന്ത്രിക്ക് നേതൃത്വം നൽകുന്ന BJPയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെയും നേതൃത്വത്തിന് ചങ്കൂറ്റമുണ്ടോ? അതല്ലേ നമ്മുടെ ചോദ്യം.